ചെറിയ തെറ്റ് ചെയ്തതിന്റെ പേരില് ഇത്രയും വലിയ ശിക്ഷ തരേണ്ട കാര്യമില്ല. ഇതിത്തിരി കടന്നു കൈയായിപ്പോയി. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മോളെ. ഞാൻ നാളെ തന്നെ തൃശൂർ പോലീസ് അക്കാഡമിയിൽ വന്ന് ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിക്കാം. അയ്യോ, ഞാൻ വീട്ടുകാരെ ഇതൊക്കെ അറിയിച്ചു എന്നറിഞ്ഞ ശിക്ഷ കൂടും. പിന്നെ അങ്ങോട്ട് എനിക്കിവിടെ നരകമായിരിക്കും ചേച്ചി. ഇവിടെ ജോലി ചെയ്യുന്ന പോലീസ് സർവീസിൽ തന്നെയുള്ള ഒരു ചേച്ചി ഞാൻ പരിചയപ്പെട്ടു. എന്തോ ചെറിയ കാര്യത്തിന് ശിക്ഷയായി അവരിവിടെ ഒരു ഓർഡർലി ഡ്യൂട്ടിക്കിട്ട് പീഡിപ്പിക്കുകയാണെന്നാ പറഞ്ഞത്. സർവീസിലുള്ളവരുടെ അവസ്ഥ ഇതാണെങ്കിൽ ട്രെയിനിങ്ങിന് വന്ന് ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എന്നുവെച്ച് ഈ പീഡനം മുഴുവൻ സഹിക്കണമെന്നാണോ? അത്ര കഷ്ടപ്പെട്ട് നീ പോലീസ് ആവണ്ട. നിന്നെക്കാൾ ഈ ജോലി ആഗ്രഹിച്ചത് ആരാധ്യയായിരുന്നു. അവൾ കൂടെ നിന്റെ കൂടെ ട്രെയിനിങ്ങിനുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. നീ ഒരു പാവമായതിന്റെ കുഴപ്പം ആതിരെ. നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം മോളെ. നാളെ തന്നെ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവരാം. അതൊന്നും വേണ്ട അമൃതേച്ചി. ചേച്ചി ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഞാൻ ഇനി ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും പറയില്ല. നിന്റെ കഷ്ടപ്പാടുകൾ എന്നോട് പറയാതിരിക്കരുത്. ചേച്ചിക്കത് കൂടുതൽ സങ്കടാവും. ഞാൻ ചേച്ചിയോട് എല്ലാം പറഞ്ഞോളാം. എന്തായാലും ഈ ജോലി ഞാൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആരാധ്യയുടെ സ്വപ്നം നിറവേറ്റാനെങ്കിലും എനിക്ക് യൂണിഫോം ഇട്ട് സർവീസിൽ കയറണം. ശരി മോളെ, സർവീസിൽ കയറുമ്പോ ഈ സങ്കടം എല്ലാം മാറും. റാണി മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ തിരിച്ചു കിട്ടിയ ഉടനെ ചേച്ചിയാ വിളിച്ചത്. ഇനി ഹോസ്പിറ്റലിൽ ഒന്ന് വിളിക്കണം. അവരെ വിളിച്ചിട്ട് നീ ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും എന്നെ ഒന്ന് വിളിക്കണേ. ശരി അമൃതേച്ചി. പിന്നെ നീ ഉറങ്ങിയിട്ടേ ഞാൻ ഉറങ്ങൂ. ഓക്കെ. ഇന്നിവിടെ എന്തൊക്കെ പൊടിപൂരാണോ കർത്താവേ നടക്കാൻ പോകുന്നത്. ഞാൻ എന്തായാലും എൻ്റെ ജോലി തീർത്തു. ബാക്കിയെല്ലാം ഇനി ആ വട്ടൻ മഹേന്ദ്രന്റെ കയ്യിൽ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.